എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് പൈനാപ്പിൾ പേസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ പുഡിങ്ങിൻ്റെ കൂടെയൊക്കെ ചേർക്കാം. പിന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൈനാപ്പിൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ കറുപ്പ് നിറത്തിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് കളയണം. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൽ തീരെ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അളന്ന് നോക്കിയപ്പോൾ എനിക്കിവിടെ 2.25 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരും. അതുവരെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു പകുതിയോളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ ജ്യൂസ് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരും. ഇനി മധുരം കുറച്ച് കുറവുള്ള പൈനാപ്പിൾ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുമ്പോൾ ജാമിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ജാമ തണുത്ത് കഴിയുമ്പോൾ കൂടുതൽ കട്ടിയായിട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5-6 തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ജാമിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ജാമ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഏകദേശം ഒരു 2 ആഴ്ചയോളം അത് കേടുകൂടാതിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്